20 വയസ്സുള്ള നിനക്കൊരു ഓഫീസിലേക്ക് യോഗത്തിന് പോകാൻ പറ്റുന്നില്ല. 20 വയസ്സുള്ള നിനക്ക് SSFന്റെ കൊടി പിടിക്കാൻ പറ്റുന്നില്ല. 20 വയസ്സുള്ള നിനക്ക് സന്തോഷത്തോടെ ഒരു സുന്നത്ത് നിസ്കരിക്കാൻ കഴിയുന്നില്ല. 20 വയസ്സുള്ള നിനക്ക് അള്ളാഹുവിന്റെ ദീനിന്റെ പ്രവർത്തനം ശരിയായ നിലക്ക് ചെയ്യാൻ കഴിയുന്നില്ല. നിന്നെക്കാൾ 4 ഇരട്ടി പ്രായം 80 വയസ്സ് കഴിഞ്ഞ സുൽത്താനുൽ ഉലമാ നിന്നെക്കാൾ 40 ഇരട്ടി 400 ഇരട്ടി സ്പീഡിലാണ് കൈകാര്യം ചെയ്യുന്നത് കാര്യങ്ങള്. ഇന്ത്യ രാജ്യത്ത് ഒരു സ്റ്റേറ്റിലും മോനെ സുൽത്താനുൽ ഉലമയുടെ കാല് വെക്കാത്തതില്ല. ഒരു ജില്ലയിലുമില്ല, ഒരു സ്റ്റേറ്റിലും അവിടുത്തെ സ്ഥാപനങ്ങളില്ലാത്തതില്ല. ഗുജറാത്തിൽ 500-ലേറെ സ്ഥാപനങ്ങളുണ്ട്. 10-15 കൊല്ലം മുമ്പ് ഞാൻ ഉത്തർപ്രദേശിൽ പഠിക്കുമ്പോ ഡൽഹിയിൽ സിയാറത്തിന് പോയപ്പോ അന്നവിടെയുണ്ട് 10 പള്ളി. ഒരു പള്ളിയിൽ ഞാൻ ജുമഅയും നിസ്കരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആഖിറത്തിൽ ഉസ്താദിനോട് ചോദിക്കുന്ന ആയുസ് എന്തിനാ ചെലവാക്കിയത് പറയാനുണ്ട്. ലോകം മുഴുവനും സഞ്ചരിച്ചത്, ഇസ്ലാമിക ദഅവത്തിന് നേതൃത്വം നൽകിയത്, ആ വലിയ മഹാന റോൾ മോഡലാക്കി കാണുന്ന SSFന്റെ കൂട്ടുകാരാ, നമ്മോട് അല്ലാഹു തആല ചോദിച്ചാൽ നമുക്ക് പറയാൻ മറുപടി വേണം. മഹാനായ താജുൽ ഉലമ പിടിച്ച പതാകയാണ് ഈ ത്രിവർണ്ണ പതാക. മഹാനായ നൂറുൽ ഉലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതാണ് ഈ ത്രിവർണ്ണ പതാക. ഈ അടുത്ത് വഫാത്തായി പോയ കൻസുൽ ഉലമ, സുന്നത്ത് ജമാഅത്തിന്റെ വേദികളിലെ നിറസാന്നിധ്യമായിരുന്ന, സിംഹഗർജനമായിരുന്ന കൻസുൽ ഉലമ, ആ കൻസുൽ ഉലമ നെഞ്ഞോട് ചേർത്ത് വെച്ചതായിരുന്നു ഈ ത്രിവർണ്ണ പതാക. ഈ ത്രിവർണ്ണ പതാക വെറുതെ നിന്റെ കയ്യിൽ കിട്ടിയതല്ല. ഇത് പഠിക്കുമ്പോ, ഇത് പിടിക്കുമ്പോ നമ്മുടെ കൽബിൽ നല്ല പിടുത്തം വേണം. ഹബീബായ തങ്ങളോട് മഹബത്ത് വേണം. കാരണം നമുക്ക് നേതൃത്വം നൽകിയ റോൾ മോഡൽ ആരൊക്കെയാണ്? സിനിമാ നടന്മാരല്ല, സീരിയലിലെ നായികമാരല്ല. മുഫ്നിൽ അംഫാസിഹി ഫിൽ ഇൽമി വദ്ദിക്രി ഫീ ഇർശാദി ഖൽഖിൻ ഇലാ നൂരിൽ ഹിദായാതി. ജീവിതത്തിന്റെ എത്ര 94 വയസ്സുവരെ, വഫാത്തിനോടടുക്കുന്ന സമയം വരെ മഹത്തായ ഉള്ളാളത്തെ സയ്യിദ് മദനി കോളേജിലിരുന്ന് പാവപ്പെട്ട മുതഅല്ലിമീങ്ങൾ, വലിയ പ്രമുഖരായ പണ്ഡിതന്മാരുൾപ്പെടെയുള്ള സദസ്സിന് കാണാതെ ദർസ് നടത്തിയ താജുൽ ഉലമാ വഫാത്താകുന്ന സമയത്ത് ചുറ്റുഭാഗത്തുള്ള ആലിമീങ്ങളോട്, സയ്യിദമാരോട് ബുർദ ചെല്ലാൻ പറഞ്ഞിട്ട് അമിൻ തദക്കൂരി ജി റാനിം ബി സലാമി മദജ്തദം അൻജാറാ മിൻ മുഖലാത്തിൻ ബിദമി. ബുർദ കേട്ടിട്ട് കരഞ്ഞ താജുൽ ഉലമാ ഇസ്ലാമിക മതവിദ്യാഭ്യാസത്തിന്റെ വിപ്ലവകരമായ മുന്നേറ്റത്തിന് നന്ദി കുറിച്ച അൽബയാനിലെ ലേഖനത്തിലൂടെ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെയും സുന്നി വിദ്യാഭ്യാസ ബോർഡിന്റെയും എല്ലാറ്റിന്റെയും തുടക്കക്കാരനാകാൻ കാരണക്കാരനായ വലിയ ചിന്തകനായിരുന്ന, ദാർശനികനായിരുന്ന, വിദ്യാഭ്യാസ വിചക്ഷണനായിരുന്ന നൂറുൽ ഉലമാ അല്ലാഹു ദറജേറ്റി കൊടുക്കട്ടെ. ആ മഹാന്മാരെയല്ലേ നമ്മൾ കാണുന്നത്? ആ മഹാന്മാരെയല്ലേ നമ്മൾ മുമ്പിൽ നിന്ന് പിടിച്ചത്?